ജനാധിപത്യത്തിന്റെ സമാനതകളില്ലാത്ത സൗന്ദര്യവും ഇന്ത്യൻ ഭരണഘടനയും വിശാലതയുടെ വിശാലതയും അതിരുകളില്ലാത്ത ആശയാധിഷ്ഠാകാശത്തിന്റെ സാധ്യതകളും തോക്കിൻകുഴലിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കെട്ടകാലത്തെ അപകടകരമായ മൗനം വിടിഞ്ഞ ഇരുണ്ട യുഗത്തിലേക്ക് തിരികെ നടക്കുന്ന നമ്മുടെ ഇന്ത്യയെ നമുക്ക് തിരിച്ചുപിടിക്കാം. ഒറ്റക്കെട്ടായി നിങ്ങളൊപ്പമുള്ളപ്പോ നിങ്ങളുടെ ഇന്ത്യ കാറ്റുപോകില്ല. ചരിത്ര വിജയങ്ങളുടെ പതിക്കെട്ടുകൾ ചവിട്ടിക്കയറി തലയെടുപ്പോട് ഉയർന്നു നിൽക്കും. ഉറപ്പ്.
എന്ത് പണിയെടുക്കാൻ ഒരു മടിയുമില്ല മടുക്കൂല. പക്ഷേ ഇപ്പൊ കൊറേ ഇറങ്ങിയിട്ടുണ്ട് കണ്ടത്തിന്. കരണ്ട് കാർന്ന് തിന്ന് തുറന്ന് തേച്ച് തീർക്കലായിട്ടങ്ങൾ മൂട്ടിപ്പിക്കലായിട്ടങ്ങൾ. എനക്കതോർക്കുമ്പോഴാണ് ഒന്ന് പോയിടാ ഈ നാട്ടാണിപ്പല്ലേ തുരപ്പന്മാരെ തുരത്തോട്ട് നമ്മൾ ഇത് ചെറുത് പുറത്തുനിന്ന് നോക്കുമ്പോ ചെറിയ മഴ, നോക്കി നോക്കുമ്പോ ഉള്ളു തേച്ചും തുറന്ന് പൊള്ളിയാക്കും ഐറ്റിങ്ങൾ. നമ്മളെ നാട് പിടിക്കാൻ വരുന്ന ചെറുപ്പമാരി വെച്ചളി കുഴങ്ങളും എല്ലാത്തിനും തോൽക്കി ഓടിക്കാനുള്ള സൂത്രം കണ്ടുപിടിക്കുന്നില്ല. മൊത്തം അതിന് വലുതായി വലിയ വേഗത്തിൽ കഴിയുമ്പോ നീ ഞങ്ങളൊക്കെ അങ്ങ് മറന്നുപോയോ? മറക്കാനോ? നല്ല കഥയായി. ഇങ്ങളൊക്കെ മറന്നാ പിന്നെ ഈ ഇന്ത്യയിലായി പോയിട്ടോ. പിന്നെ അല്ലാണ്ട് നിങ്ങളെയൊക്കെ നയിപ്പിന്റെയും വെറുപ്പിന്റെയും പറ്റി തന്നെയാ ഞാൻ ഇതുവരെ തുടങ്ങി. ചെറിയ വയലില്ല വർത്താനം പറിച്ചത് അല്ല ഇന്ത്യ. എനിക്ക് പഠിക്കാനൊന്നും ഇല്ലേ? പഠിക്കല്ലേ ഈ പാടത്താ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടേ. കൃഷിഭൂമി കൃഷിക്കാർക്ക് പതിച്ചു നൽകി വിപ്ലവകരമായ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതാണ്. EMSന്റെ നേതൃത്വത്തിൽ 1957 ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. പെരും നുണകൾ കൊണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ചും പുരാണങ്ങളും പാരമ്പര്യങ്ങളും വിതച്ചിരുട്ട് വരുത്തി ജാതിയും മതവും നട്ടുനനച്ച് മനുഷ്യരെ വേദനത്തിൽ തിരിച്ച് കലാപവും കൊയ്ത് അതാണ് മാർക്സിസം. ഉയർച്ചതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. രണ്ടാളും കൂടി ഇടാ. അല്ല വിനീഷേ, നീ കേൾക്കണോ? നീ നിന്റെ കിനാവുകയാണെങ്കിൽ അവൻ ചോറ് വരെ എന്നാണ്ട് ഓള് കിനാവ് കണ്ടോട്ടെ. ഓള് നമ്മളെ കുഞ്ഞാറ് ഇന്ത്യയല്ലേ. ഓള് കിനാവ് കണ്ടോട്ടാ. പക്ഷേ ചോറ് തിന്നണം. ഇന്ത്യക്ക് വിശന്ന നമുക്കെല്ലാവർക്കും സങ്കടാവൂലേ? 3500 2500 3000 3200 തോലടിച്ചല്ലേ. അപ്പോ വിശക്കാത്ത ഇന്ത്യ, ആരോഗ്യമുള്ള ഇന്ത്യ, ബുദ്ധിയും വിവരവുമുള്ള ഇന്ത്യ, നല്ല മിടുമിടുക്കിയായ ഇന്ത്യ, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ഇൻക്ലാബ് സിന്ദാബാദ്. പിന്നെ വിനീഷേ, നമ്മുടെ വീടിന്റെ അവസാനത്തെ ഗഡു പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞ മെമ്പർ മഴക്കുമ്പോ കയറി കൂടാൻ പറ്റും തോന്നുന്നുണ്ട്. അതല്ലേ പറയുന്നത്. ജനകീയ സർക്കാർ കേരളം ഭരിക്കുമ്പോ ഇങ്ങക്ക് എന്തിനാപ്പ ഈ ബേജാറാന്ന്? നിങ്ങളെ വീട് പണി ചടപടേന്ന് തീരുമാനം ചെയ്യും. മഴക്ക് മുന്നേ കയറി കൂടാനും. അല്ല ഇനിയിപ്പോ ഇതേ ചോറ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് ആ താടിക്കാരുടെ ഫോട്ടോ വെക്കേണ്ടി വരുമോ വീടിന്റെ പുറത്ത്? അതൊന്നും തൽക്കാലം ഇവിടെ നടക്കൂല. അതിനെപ്പറ്റി നിങ്ങൾക്ക് ബേജാറാവുകയും വേണ്ട. ഈ കാവിയിട്ട കൂട്ടരെക്കാട്ട് കഷ്ട കതറിട്ട കൂട്ടര് ഒന്നും നടത്തുകയില്ല. ഇവിടെയൊന്നും നടത്താനും പറ്റില്ല. അതാണ് നിങ്ങളുടെ സ്വഭാവം. അല്ലല്ലോ ഈ ചാണകം തിന്നോര് അതിന്റെ ഗുണല്ലേ കാണിക്കൂന്ന്. ഏത് കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. 3-4 പേരേലും കൂടി പെൻഷൻ കൊടുക്കാണ്ട്
ഞാൻ പോകും